കുറച്ച് നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഒരു പേരത്തൈ വാങ്ങി നടണമെന്ന്. അതങ്ങനെ തേടി നടക്കുമായിരുന്നു. വീടിനടുത്തുള്ളൊരു കൊച്ചു നഴ്സറിയിൽ പേരത്തൈ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒന്നും ആലോചിച്ചില്ല, അങ്ങ് വാങ്ങി. 125 രൂപയായിരുന്നു ഒരു ചെറിയ പേരത്തൈ തൈക്ക്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മണ്ണിൻ്റെ pH ലെവൽ നേരെയാക്കാനായിട്ട് കുറച്ച് ഡോളോമൈറ്റ് ആഡ് ചെയ്തു. ഇവിടെ മുന്നേ ഒരു ക്രോട്ടൺ ചെടിയായിരുന്നു ഞാൻ വച്ചിരുന്നത്. പിന്നെ കരുതി പേരയൊക്കെ ആകുമ്പോൾ തറയിൽ നിലത്ത് നടുന്നതല്ലേ നല്ലത്. പതുക്കെ ആ ക്രോട്ടനെ അങ്ങ് പൊക്കി ചെടിച്ചട്ടിയിലോട്ടാക്കി. അങ്ങനെ അവിടെ കുറച്ച് അടിവളമൊക്കെ ചെയ്യാമെന്ന് കരുതി നല്ല മണ്ണൊക്കെ ചേർത്ത് നട്ടു നോക്കാം. എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഒന്ന് നടാം. വെറുതെ ഇരിക്കണ്ടല്ലോ. നമ്മൾ വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുത്തി വയ്ക്കുന്നതിന് ഏറ്റവും നല്ലതല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണുന്നവർ ചിന്തിക്കും, ഓ ഒരു വെയിലത്ത് ഈ പെണ്ണിന് ഒരു പണിയുമില്ല. ഉച്ച സമയത്താണ് ഞാനിത് നടാൻ പോയ സമയത്ത് 2-2:30 മണിയായി കാണും. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു. വെറുതെ ഇരിക്കുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് തളർച്ച വന്നാൽ മാത്രമേ അങ്ങനെ ഇരിക്കത്തുള്ളൂ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും. വെറുതെ ഇരിക്കുമ്പോഴല്ലേ ഓരോ ചിന്തകളൊക്കെ വരുന്നത്. ചിന്തിച്ച് ചിന്തിച്ച് വെറുതെ ആരോഗ്യം ഇല്ലാതാക്കി കളയുന്നതിലും ഏറ്റവും നല്ലതല്ലേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. മനസ്സിന് സന്തോഷം നൽകുന്ന എന്ത് കാര്യവും നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അത് മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കാത്ത കാര്യമാണെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരായാലും മറ്റ് ജീവജാലങ്ങളായാലും അവർക്ക് നന്മ ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുക എപ്പോഴും. അതാകുമ്പോൾ നമ്മുടെ മനസ്സിനും നമുക്ക് ചുറ്റിനുമുള്ളവർക്കും ഒക്കെ നല്ലതായിരിക്കും. വെറുതെ മറ്റുള്ളവരെ കുറ്റവും ഗുണദോഷവും ഒക്കെ കേട്ടും രസിച്ചും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ കവി ഉദ്ദേശിച്ചത് പരദൂഷണമൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും നല്ലതല്ലേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കായ് പറിച്ച് കഴിക്കാനുള്ള തൈയൊക്കെ നട്ടുപിടിപ്പിക്കുന്നതും അതൊരു സന്തോഷം തന്നെയല്ലേ. അങ്ങനെ പേരത്തൈ നട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ശരിയാക്കാം. നേരായി വരണേ ഭഗവാനെ, പട്ടുപോകരുതേ എന്തായാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പം അത്രയേ ഉള്ളൂ.